ഹലോ സ്റ്റുഡൻസ്, വെൽക്കം ടു ഓൺലൈൻ ക്ലാസ്സസ്. സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എററിൻ്റെ ബാക്കി പോർഷൻസ് ആണ്. എറർ നമ്മൾ പഠിച്ചിരുന്നു ലാസ്റ്റ് ക്ലാസ്സിൽ. എന്തായിരുന്നു എറർ എന്ന് പറഞ്ഞാൽ? യെസ്, മെഷർമെൻറ്റിൽ രണ്ട് ടേംസ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുണ്ട്. ഒന്നിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ട്രൂ വാല്യൂ അഥവാ ആക്ച്വൽ വാല്യൂ, ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് മെഷേർഡ് വാല്യൂ ആണോ. സോ ട്രൂ വാല്യൂ മെഷേർഡ് വാല്യൂ നമ്മൾ ഡിഫറൻസിനെ വിളിക്കുന്ന പേരാണ് എറർ. ഓക്കെ അല്ലേ? സോ എറർ മീൻസ് ഇറ്റ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ട്രൂ വാല്യൂ ആൻഡ് മെഷേർഡ് വാല്യൂ. അപ്പോൾ മാത്തമാറ്റിക്കൽ എറേഴ്സ് ഏതൊക്കെയാണ്? അതായത് നമുക്ക് കാൽക്കുലേഷൻ വെച്ചിട്ട് എറേഴ്സിനെ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ മാത്തമാറ്റിക്സ് വെച്ചിട്ട് നമുക്ക് എറേഴ്സിനെ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം, അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ എററിൻ്റെ മാത്തമാറ്റിക്സ്. അതിന് വേണ്ടിയിട്ട് 3 ടേംസ് നിങ്ങൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. ഫസ്റ്റ് വൺ ഈസ് കാൾഡ് ആക്യുറസി. എന്താണ് ആക്യുറസി? വാട്ട് മീൻ ബൈ ആക്യുറസി? ആ ടൈമിൽ തന്നെ ഉണ്ട്. വാട്ട് മീൻ ബൈ ആക്യുറസി? ആക്യുറസി മീൻസ് the accuracy of a measurement is a measure of how close the measured value is to the true value of the quantity. അതായത് closeness of measured value to true value is called accuracy. ഓക്കെ ആണോ? ആക്യുറസി എന്ന് പറഞ്ഞാൽ മെഷേർഡ് വാല്യൂ എത്രത്തോളം ട്രൂ വാല്യൂവിനോട് അടുത്തിരിക്കുന്നു, ഇതിനെ വിളിക്കുന്ന പേരാണ് ആക്യുറസി. നമ്മൾ പറയാറില്ലേ കൂടുതൽ ആക്യുറേറ്റ് ആണെന്ന്? എന്താണ്? കറക്റ്റ് വാല്യൂവിനോട് അടുത്തിരിക്കുന്നു. ക്ലിയർ ആണോ? വിച്ച് മീൻസ് ആക്യുറസി ഈസ് ഇൻവേഴ്സലി പ്രൊപ്പോർഷണൽ ടു എറർ എന്ന് എഴുതിക്കോട്ടെ. എന്തുകൊണ്ട്? ആക്യുറസി കൂടിയാൽ എറർ കുറയുന്നു എന്നർത്ഥം അല്ലേ? ട്രൂ വാല്യൂ മെഷേർഡ് വാല്യൂ നമ്മുടെ ഡിഫറൻസ് ആണ് എറർ. അപ്പോൾ അത് കുറഞ്ഞു കഴിഞ്ഞാൽ ക്ലോസ്നെസ് കൂടും. ക്ലിയർ ആണോ? സോ ആക്യുറസി ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു എറർ. ഡൗട്ടൊന്നുമില്ലല്ലോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ എനിക്കൊന്ന് പറഞ്ഞത് എൻ്റെ ഒരു ട്രൂ വാല്യൂ എന്ന് പറഞ്ഞാൽ 12.12 ആണ്. 12.12 ആണ്. എൻ്റെ കയ്യിൽ മെഷർമെൻറ്റ് എടുത്തപ്പോൾ കിട്ടിയ വാല്യൂസ് ഇതൊക്കെയാണ്: 12.13, 12.14, 12.15. ഈ 3 റീഡിങ്സിൽ നിങ്ങൾക്ക് ഏതാണ് കൂടുതൽ ആക്യുറേറ്റ് ആയിട്ട് തോന്നുന്നത്? ഏതാണ്? ഉറപ്പായിട്ടും ഇതല്ലേ. കാരണം എന്താ? ഏറ്റവും ക്ലോസ് ആയിട്ട് നിൽക്കുന്നത് ട്രൂ വാല്യൂവിനോട്. അല്ലെങ്കിൽ ഡിഫറൻസ് എടുത്തു കഴിഞ്ഞാൽ എറർ ഏറ്റവും കുറവുള്ളത് ആർക്കാണ്? ഈ റീഡിങ്ങിനാണ്. സോ 12.13 ആണ് ഇവിടെ കൂടുതൽ ആക്യുറേറ്റ് ആയിട്ടുള്ള വാല്യൂ. ദാറ്റ് ഈസ് കാൾഡ് ആക്യുറസി. ക്ലിയർ ആണോ? ആക്യുറസി മീൻസ് എത്രത്തോളം ക്ലോസ് ആണ് മെഷേർഡ് വാല്യൂ ആരോട്? ട്രൂ വാല്യൂവിനോട്. ഓക്കെ അല്ലേ? ഇനി നമുക്ക് നോക്കേണ്ട ടൈമാണ് പ്രിസിഷൻ. ഇത് എൻട്രൻസിന് ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ ആണ്, ശ്രദ്ധിച്ചു നോക്കണം. പ്രിസിഷൻ. സോ വാട്ട് മീൻ ബൈ പ്രിസിഷൻ എന്ന് പറയാൻ പോകണേ. പ്രിസിഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പ്രിസിഷൻ ടെൽ us ടു വാട്ട് റെസൊല്യൂഷൻ ഓർ ലിമിറ്റ് ദ ക്വാണ്ടിറ്റി ഈസ് മെഷേർഡ് ബൈ എ ഇൻസ്ട്രുമെൻറ്റ്. ഒരു ഇൻസ്ട്രുമെൻറ്റ് ഉപയോഗിച്ച് നമ്മൾ മെഷർ ചെയ്ത ആ ക്വാണ്ടിറ്റി ഏത് റെസൊല്യൂഷനിലാണ്, അല്ലെങ്കിൽ ഏത് ലിമിറ്റിലാണ് നമുക്ക് റീഡിങ് തരുന്നത്, അതിനെ വിളിക്കുന്ന പേരാണ് പ്രിസിഷൻ. ഫോർ എക്സാമ്പിൾ 12.001 ആൻഡ് 12.1 ഞാനൊരു ഇൻസ്ട്രുമെൻറ്റ് ഉപയോഗിച്ച് മെഷർ ചെയ്തപ്പോൾ അതിൻ്റെ ലീസ്റ്റ് കൗണ്ട് അനുസരിച്ച് എനിക്ക് ഇത്രേ കിട്ടുള്ളൂ. കാരണം അതിൻ്റെ ലീസ്റ്റ് കൗണ്ട് 0.1 സെൻറ്റിമീറ്റർ ആണെന്ന് വെച്ചോളൂ. ഇതിൻ്റെ ലീസ്റ്റ് കൗണ്ട് 0.000 അല്ലെങ്കിൽ 001 സെൻറ്റിമീറ്റർ. അപ്പോൾ 2 റീഡിങ്സ് ഉണ്ട്. ഇത് രണ്ടും ഒരേ മെഷർമെൻറ്റിൻ്റെ അടുത്താണ്. ഇതിൽ ഏതാണ് പ്രിസൈസ് എന്ന് ചോദിച്ചാൽ ഏറ്റവും കൂടുതൽ ലീസ്റ്റ് കൗണ്ട് ഉപയോഗിച്ച് റെപ്രസെൻറ്റ് ചെയ്തതല്ലേ? ഇതിനെയാണ് നമ്മൾ എന്ന് വിളിക്കുന്നത് പ്രിസിഷൻ എന്ന് വിളിക്കുന്നത്. അതായത് ഒരുപാട് ഡെസിമൽ ഉപയോഗിച്ച് അല്ലെങ്കിൽ ഒരുപാട് ബെറ്റർ ലീസ്റ്റ് കൗണ്ട് ഉപയോഗിച്ച് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യും. എത്രത്തോളം ലീസ്റ്റ് കൗണ്ട് കുറഞ്ഞിരിക്കുന്നു അത്രത്തോളം പ്രിസിഷൻ കൂടുന്ന. നോക്ക്, ഇതിനെക്കാട്ടി കുറവല്ലേ ഇതിൻ്റെ ലീസ്റ്റ് കൗണ്ട്? ക്ലിയർ ആണോ? ലീസ്റ്റ് കൗണ്ട് കുറഞ്ഞിരുന്നാൽ പ്രിസിഷൻ കൂടും. ഒരു ഐഡിയ കിട്ടും എന്താണ് പ്രിസിഷൻ എന്നുള്ളത്? എത്രത്തോളം റെസൊല്യൂഷനിലാണ് നമ്മളതിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഒന്ന് പറഞ്ഞു തന്നെ, ഇതിനകത്ത് ഏതാണ് പ്രിസൈസ് എന്ന് കൂടുതലായിട്ട്? റീഡിങ്സ് ഇതൊക്കെയാണ്: 12.13 ആൻഡ് 12.1. ഏതാ പ്രിസൈസ്? ദിസ് വൺ ഈസ് പ്രിസൈസ് ബിക്കോസ് അതിന് റെസൊല്യൂഷൻ കൂടുതലാണ്. ഡെസിമൽ കഴിഞ്ഞ് 2 ഡിജിറ്റൂടെ അത് റെപ്രസെൻറ്റ് ചെയ്യുന്നുണ്ട്. ഇതിലേതാ പ്രിസൈസ് എന്ന് പറഞ്ഞു തരണേ. ഈ 3 എണ്ണത്തിൽ ഏതായിരിക്കും? ഉറപ്പായിട്ടും ഇതായിരിക്കും. കാരണം അതിന് റെസൊല്യൂഷൻ കൂടുതലാണ്. മനസ്സിലായോ? അതായത് ലീസ്റ്റ് കൗണ്ട് പിന്നെയും കുറവാണ്. അപ്പോൾ ലീസ്റ്റ് കൗണ്ട് കുറയും തോറും എന്ത് കൂടിക്കൊണ്ടിരിക്കും? പ്രിസിഷൻ കൂടിക്കൊണ്ടിരിക്കും. വിച്ച് മീൻസ് സ്മോളർ ദ ലീസ്റ്റ് കൗണ്ട് ഗ്രേറ്റർ ഈസ് ദ പ്രിസിഷൻ. ഒരു ഐഡിയ കിട്ടും ഏകദേശം. ക്ലിയർ ആണോ? അങ്ങനെയാണെങ്കിൽ നിങ്ങളോട് ഇതിൽ നിന്ന് എൻട്രൻസിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞുതരാം. നോക്കിക്കോണേ. എൻ്റെ ഒരു മെഷർമെൻ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് 12.3 ആണ്. 12.3 ആണ്. അങ്ങനെയാണെങ്കിൽ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ പ്രിസൈസ് എനിക്ക് മെഷർ ചെയ്തപ്പോൾ കിട്ടിയ വാല്യൂ ഇതാണ്: 12.29, 12.118, നെക്സ്റ്റ് 12.27, 12.2. ഇതിൽ ഏതാണ് മോർ ആക്യുറേറ്റ്, ഏതാണ് മോർ പ്രിസൈസ്? പറഞ്ഞുതരാമോ? 4 ഓപ്ഷൻസ് ഉണ്ട്. ഇതിനകത്ത് ഏറ്റവും കൂടുതൽ പ്രിസൈസ് ഏതാണ്, ഏറ്റവും കൂടുതൽ ആക്യുറേറ്റ് ഏതാണ്? നോക്കാം. വാട്ട് ഈസ് ആക്യുറേറ്റ്? ഏറ്റവും അടുത്ത വാല്യൂ. ഏറ്റവും അടുത്ത വാല്യൂ എന്ന് പറഞ്ഞാൽ ഇതല്ലേ? നോക്കൂ, 12.29, 12.30 എന്ന് പറഞ്ഞ വാല്യൂവിന് അടുത്തുള്ളത് ആണോ? പക്ഷേ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ പ്രിസൈസ് ഏതാണെന്ന് ചോദിച്ചാൽ ഇതാണ്. എന്തുകൊണ്ട്?
നോക്കി അതിൻ്റെ റെസൊല്യൂഷൻ കൂടുതൽ ഇതിനാണ്. ഏറ്റവും കൂടുതൽ റെസൊല്യൂഷൻ ഉള്ളതാണ് ഏറ്റവും കൂടുതൽ പ്രിസൈസ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഡൗട്ടൊന്നുമില്ലല്ലോ. അപ്പോൾ പ്രിസൈസും റെസൊല്യൂഷനും ഈ രണ്ട് ടൈംസും നമ്മൾ പഠിച്ചു വെച്ചേക്കേണ്ടതാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എറേഴ്സിൻ്റെ കാൽക്കുലേഷനിലേക്ക് പോകാം. ഓക്കെ, ശ്രദ്ധിച്ചിരുന്നോളൂ. എററിൻ്റെ കാൽക്കുലേഷനിലോട്ട് പോകാൻ പോവാണ്. ഫസ്റ്റ് എറർ എന്ന് പറയുന്നത് അബ്സല്യൂട്ട് എറർ എന്നാണ് അറിയപ്പെടുന്നത്. എന്താണ് അബ്സല്യൂട്ട് എറർ? സോ വാട്ട് മീൻ ബൈ അബ്സല്യൂട്ട് എറർ എന്ന് പറയാം. അതിനു മുമ്പേ ഞാൻ എറർ എന്താണെന്ന് പറയുന്നതിന് മുമ്പേ എനിക്കൊരു ട്രൂ വാല്യൂ വേണ്ടേ? ഞാനൊരു 5 മെഷർമെൻറ്റ് എടുക്കാൻ പോവാണ്. ഫോർ എക്സാമ്പിൾ ഫസ്റ്റ് റീഡിംഗ് ഇതാണ്. A1 = 12.1, A2 = 12.2 ആൻഡ് A3 = 12.3. അങ്ങനെ 3 റീഡിങ്സ് എടുത്തു. ഇതാണ് എൻ്റെ ഇൻഡിവിജ്വൽ മെഷർമെൻറ്റ്. A1 ആദ്യം കിട്ടിയത് 12.1 ആണ്, വീണ്ടും ഒന്നുകൂടെ മെഷർ ചെയ്തപ്പോൾ കിട്ടിയത് 12.2 ആണ്, വീണ്ടും ഒന്നുകൂടെ മെഷർ ചെയ്തപ്പോൾ കിട്ടിയത് 12.3 ആണ്. ഓക്കെ ആണോ? അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ട്രൂ വാല്യൂ എത്രയാണെന്ന് ചോദിച്ചാൽ നമുക്കിപ്പോൾ ട്രൂ വാല്യൂ എന്ന് പറഞ്ഞിട്ട് തന്നിട്ടില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ട്രൂ വാല്യൂ കണ്ടുപിടിക്കാൻ ചെയ്യേണ്ട ഇത്രയേ ഉള്ളൂ. ഇതിൻ്റെ ആവറേജ് അങ്ങ് എടുത്തേക്കുക. അല്ലേ, നമ്മൾ എന്തിനാ എക്സ്പെരിമെൻറ്റ് റിപ്പീറ്റ് ചെയ്യുന്നത്? എക്സ്പെരിമെൻറ്റ് റിപ്പീറ്റ് ചെയ്യുമ്പോൾ അതിനകത്ത് എററിൻ്റെ ചാൻസ് കുറഞ്ഞുകൊണ്ടിരിക്കും. ആണോ? അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ആവറേജ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ആ ക്വാണ്ടിറ്റിയുടെ ഏകദേശ ട്രൂ വാല്യൂ കിട്ടും. ക്ലിയർ ആണോ? നമ്മളിപ്പോൾ ചോദിക്കുകയാണ് ക്ലാസ്സിലെ കുട്ടികളുടെ ലെങ്ത് എത്രയാണെന്ന്. അപ്പോൾ എന്ത് ചെയ്യും? എല്ലാവരുടെയും ലെങ്ത് വെച്ചിട്ട് ആഡ് ചെയ്തിട്ട് നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യും. വിച്ച് മീൻസ് അതിൻ്റെ ട്രൂ വാല്യൂ എടുക്കും, അതായത് ആവറേജ് എടുക്കും. ആ ആവറേജ് വാല്യൂ നമ്മൾ എന്താണ് ട്രീറ്റ് ചെയ്യുന്നത്? ട്രൂ വാല്യൂ ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. വിച്ച് മീൻസ് ഹിയർ ദ ട്രൂ വാല്യൂ ഈസ് കാൾഡ് എ മീൻ. ട്രൂ വാല്യൂനെ നമുക്ക് എന്ത് വിളിക്കാം? എ മീൻ. മീൻ മീൻസ് ആവറേജ്. ഓക്കെ ആണോ? സോ എ മീൻ എന്ന് വെച്ചാൽ ഇതെല്ലാം കൂടെ കൂട്ടുക. A1 + A2 + A3/3. ക്ലിയർ ആണോ? ഇവിടെ 3 എടുത്തുള്ളൂ, അതുകൊണ്ടാണ് A2 + A3 വരെ കഴിഞ്ഞിട്ട് നമ്മൾ നിർത്തിയത്. ഇനി ജനറലായിട്ട് എന്ത് എഴുതാം? ഇപ്പോൾ 5 എണ്ണം ഉണ്ടായിരുന്നെങ്കിൽ A1 + A2 + A3 + A4 + A5/5 എന്ന് കൊടുത്തേനെ. ആണോ? ഇൻ ജനറൽ ട്രൂ വാല്യൂ ക്യാൻ ബി മെഷേർഡ് ആസ് ട്രൂ വാല്യൂ ഈസ് ഈക്വൽ ടു എന്ന് എഴുതാം എ മീൻ. എ മീൻ എങ്ങനെ എഴുതാം? ഇറ്റ് ഈസ് എ മീൻ എങ്ങനെ എഴുതും നോക്കണേ? ഇറ്റ് ഈസ് A1 + A2 + A3 + etc. ആണോ? by n. In general, true value of a measurement can be written as average value. ഡൗട്ടൊന്നുമില്ലല്ലോ. അപ്പോൾ ഒരു വാല്യൂൻ്റെ ട്രൂ വാല്യൂ അല്ലെങ്കിൽ മെഷർമെൻറ്റ് ട്രൂ വാല്യൂ എന്താണെന്ന് വെച്ചാൽ അതിനെ ആവറേജ് എടുത്താൽ മതി. ഓക്കെ, എന്തിനാണ് നമ്മളിപ്പോൾ ആവറേജ് എടുത്ത് ട്രൂ വാല്യൂ കണ്ടുപിടിച്ചെങ്കിൽ നമുക്ക് എറർ എന്താണെന്ന് പറയാൻ പറ്റൂ. അബ്സല്യൂട്ട് എറർ പഠിക്കണമെങ്കിൽ ഒരു മെഷർമെൻറ്റിൽ നിന്ന് അല്ലെങ്കിൽ ഒന്നിലേറെ മെഷർമെൻറ്റിൽ നിന്ന് എങ്ങനെ ട്രൂ വാല്യൂ കണ്ടുപിടിക്കണമെന്നും കൂടെ നമ്മൾ പഠിച്ചിരിക്കണം. അപ്പോൾ ഞാനിവിടെ എന്ത് ചെയ്തു? ട്രൂ വാല്യൂ കണ്ടുപിടിച്ചു. അപ്പോൾ നിങ്ങൾക്ക് ഏത് മെഷർമെൻറ്റ് എന്നാലും ട്രൂ വാല്യൂ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യുക? അതിൻ്റെ ആവറേജ് എടുത്തേക്കുക. ആ ഇൻഡിവിജ്വൽ മെഷർമെൻറ്റുകളുടെ ആവറേജ് എടുത്തേക്കുക. ഡൗട്ടുണ്ടോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇനി നോക്കേണ്ടത് വാട്ട് ഈസ് അബ്സല്യൂട്ട് എറർ എന്താണെന്ന് നോക്കാം. സോ അബ്സല്യൂട്ട് എറർ എന്താണെന്ന് ചോദിച്ചാൽ ഈ ഓരോ മെഷർമെൻറ്റിനകത്തും എത്രത്തോളം എറർ ഉണ്ട് അതിനെ വിളിക്കുന്ന പേരാണ് അബ്സല്യൂട്ട് എറർ. ഓരോ ഇൻഡിവിജ്വൽ മെഷർമെൻറ്റിനകത്ത് എത്രത്തോളം എറർ ഉണ്ട് അതിനെ വിളിക്കുന്ന പേരാണ് അബ്സല്യൂട്ട് എറർ. അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ അബ്സല്യൂട്ട് എററിനെ ഞാൻ Δ(A1) എന്ന് വിളിച്ചോട്ടെ. ഡെൽറ്റ മീൻസ് എറർ എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം. അപ്പോൾ Δ(A1) എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഫസ്റ്റ് റീഡിങ്ങിനകത്ത് എത്രത്തോളം എറർ ഉണ്ടായി അതിനെ വിളിക്കുന്ന പേരാണ് അബ്സല്യൂട്ട് എറർ ഓഫ് ഫസ്റ്റ് റീഡിങ്. അബ്സല്യൂട്ട് എറർ ഓഫ് ഫസ്റ്റ് റീഡിങ്. ഓക്കെ, അതെങ്ങനെയായിരിക്കും കണ്ടുപിടിക്കുക? നമ്മളിപ്പോൾ ഒരു ട്രൂ വാല്യൂ കണ്ടുപിടിച്ച് വെച്ചില്ലേ നമ്മുടെ മെഷർമെൻറ്റിൻ്റെ? അതിനെ നമ്മൾ എ മീൻ എന്നല്ലേ വിളിച്ചത്? മൈനസ് ആ ഫസ്റ്റ് റീഡിങ്, അതായത് ട്രൂ വാല്യൂ മൈനസ് മെഷേർഡ് വാല്യൂ, ഫസ്റ്റ് മെഷേർഡ് വാല്യൂ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഒരു വാല്യൂ കിട്ടത്തില്ലേ? അതിൻ്റെ പോസിറ്റീവ് നമ്പർ മാത്രമേ എടുക്കാവുള്ളൂ. എന്തെടുക്കാവുള്ളൂ? പോസിറ്റീവ്. ഇതിനെ വിളിക്കുന്ന പേരാണ് Δ(A1). മാഗ്നിറ്റ്യൂഡ് മാത്രമേ എടുക്കത്തുള്ളൂ. Δ(A1) ഈസ് ഓൾവേസ് റെപ്രസെൻറ്റഡ് പോസിറ്റീവ്. ക്ലിയർ ആണോ? സോ അബ്സല്യൂട്ട് എറർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻഡിവിജ്വൽ മെഷർമെൻറ്റിൽ ഉണ്ടാകുന്ന എററിനെ വിളിക്കുന്ന പേരാണ് അബ്സല്യൂട്ട് എറർ. ആൻഡ് ഇറ്റ് ക്യാൻ ബി റിട്ടൺ ആസ് Δ(A1) ഈസ് ഈക്വൽ ടു ട്രൂ വാല്യൂ അഥവാ നമ്മൾ കണ്ടുപിടിച്ച മീൻ വാല്യൂ മൈനസ് ഫസ്റ്റ് റീഡിങ്. അങ്ങനെയാണെങ്കിൽ നിങ്ങളെന്ന് പറഞ്ഞത് സെക്കൻഡ് റീഡിങ്ങിനകത്ത് അബ്സല്യൂട്ട് എറർ എത്രയായിരിക്കും? Δ(A2) എന്ന് വിളിച്ചോട്ടെ. ഇറ്റ് ഈസ് എ മീൻ മൈനസ് സെക്കൻഡ് റീഡിങ് A2. മനസ്സിലായോ? ദറ്റ് ഈസ് Δ(A2). മനസ്സിലായോ? ഇതിനെയാണ് Δ(A2) എന്ന് വിളിക്കുന്നത്. ഞാൻ എന്തുകൊണ്ട് ഇവിടെ മാഗ്നിറ്റ്യൂഡ് എടുക്കാൻ വേണ്ടിയിട്ടാണ് മോഡുലസ് ഇട്ടേക്കുന്നത്. ഇതിനെ വിളിക്കുന്ന പേരാണ് മോഡുലസ്. അതായത് ഇതിനകത്ത് നെഗറ്റീവ് വന്നാലും നമ്മൾ എന്താ ചെയ്യത്തുള്ളൂ? പോസിറ്റീവായിട്ട് മാത്രമേ റെപ്രസെൻറ്റ് ചെയ്യും. ഫോർ എക്സാമ്പിൾ -2 മോഡുലസ് ഇട്ട് കഴിഞ്ഞാൽ മീനിങ് എന്താ? 2 എന്നായിരിക്കും. ക്ലിയർ ആണോ? ഓക്കെ, അടുത്ത മൂന്നാമത്തെ റീഡിംഗ് എന്ന് പറഞ്ഞാൽ നേരത്തെ റീഡിംഗ് നിന്ന് Δ(A3) ഈസ് ഈക്വൽ ടു എന്തായിരിക്കും? ഇറ്റ് ഈസ് AM മൈനസ് A3. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഇൻഡിവിജ്വലായിട്ടുള്ള എറേഴ്സ് കിട്ടി. ഇതിനെ വിളിക്കുന്ന പേരാണ് അബ്സല്യൂട്ട് എറേഴ്സ്. എത്ര റീഡിംഗ് ഉണ്ടോ അത്ര അബ്സല്യൂട്ട് എററും കാണും. ഓക്കെ ആണോ? അബ്സല്യൂട്ട് എറർ 0 വരാം. കാര്യം എന്താ? എറർ ഇല്ലാത്ത കേസും വരാം. ചിലപ്പോൾ ട്രൂ വാല്യൂ തന്നെ നമുക്ക് മെഷർ ചെയ്യുമ്പോഴും കിട്ടാം. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ A2 A മീൻ ഈക്വൽ ആയെന്ന് വെച്ചോളൂ. എന്തായിരിക്കും? Δ(A2) അഥവാ അബ്സല്യൂട്ട് എറർ ഓഫ് 2 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 0 ആയിരിക്കും. മനസ്സിലായോ? ആൻഡ് നെക്സ്റ്റ് എറർ ഈസ് കാൾഡ്
മീൻ അബ്സല്യൂട്ട് എറർ. എന്താണ് മീൻ അബ്സല്യൂട്ട് എറർ. അപ്പം 3 ടൈപ്പ് എറേഴ്സാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. 4 ടൈപ്പ് എറേഴ്സാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഫസ്റ്റ് വൺ ഈസ് കാൾഡ് അബ്സല്യൂട്ട് എറർ, സെക്കൻഡ് വൺ ഈസ് കാൾഡ് മീൻ അബ്സല്യൂട്ട് എറർ. മീൻ അബ്സല്യൂട്ട് എറർ എന്താണെന്ന് വെച്ചാൽ നിങ്ങളിപ്പോൾ 3 റീഡിങ്ങിൻ്റെ മെഷർമെൻറ്റ് എടുത്തു അല്ലേ, ടോട്ടൽ എറർ എത്രയാണെന്ന് വെച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യും? യെസ്, ഇൻഡിവിജ്വൽ എററുകളുടെ ആവറേജ് എടുത്ത് പറഞ്ഞാൽ മതി. നമ്മൾ ആവറേജ് എടുക്കുന്നത് ഒരുപാട് ഡേറ്റാസ് ഉള്ളൂ, അപ്പോൾ അതിൽ നിന്ന് ഒരെണ്ണം സെലക്ട് ചെയ്ത് പറയാനാണ്, ഒറ്റ വാല്യൂ ആയിട്ട് പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഇപ്പോൾ 3 എററുകൾ കിട്ടിയിട്ടുണ്ട്, ഡെൽറ്റ A1, ഡെൽറ്റ A2, ഡെൽറ്റ A3 ആണോ? സോ ഇവിടുത്തെ എറർ എത്രയാണെന്ന് വെച്ചാൽ ഇതിൻ്റെ ആവറേജ് അങ്ങ് പറഞ്ഞാൽ പോരെ. ദാറ്റ് ഈസ് മീൻ അബ്സല്യൂട്ട് എറർ. മൊത്തം എത്രത്തോളം എറർ ഉണ്ടെന്ന് ചോദിച്ചാൽ ഡെൽറ്റ എ മീനാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. ഡെൽറ്റ എ മീൻ എന്നാണ് ഇതിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്, ഡെൽറ്റ എ മീൻ. ഡെൽറ്റ എ മീൻ ഈസിക്കൽ ടു ഡെൽറ്റ A1. നേരത്തെ ഒരു ഇൻഡിവിജ്വൽ മെഷർമെൻറ്റിൻ്റെ എറർ ഉണ്ടായില്ലേ, അതേ പ്ലസ് രണ്ടാമത്തേനകത്ത് ഇതേപോലെ ഉണ്ടായതേ പ്ലസ് മൂന്നാമത്തേനകത്ത് ഇതേപോലെ ഉണ്ടായ എറർ ഡിവൈഡഡ് ബൈ 3. ക്ലിയർ ആണോ? n എണ്ണം ഉണ്ടായിരുന്നെങ്കിൽ പ്ലസ് ഡെൽറ്റ A4 പ്ലസ് എക്സെട്ര ബൈ ഡിവൈഡഡ് ബൈ n എന്നിട്ടേനെ. ക്ലിയർ ആണോ? സോ ദിസ് ഈസ് കാൾഡ് mean absolute error. So what do you mean absolute error? The total error in measurement is called mean absolute error. Doubt undo? Next error is called relative error. എന്താ വിളിച്ചത്? റിലേറ്റീവ് എറർ. ആ പേര് തന്നെ ഉണ്ട്. വാട്ട് മീൻ ബൈ റിലേറ്റീവ്? വിത്ത് റെസ്പെക്ട് ടു സംതിങ്. റിലേറ്റീവ് എറർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ എറർ, അതിനെ നമ്മൾ വിളിക്കുന്ന ഡെൽറ്റ എ ബൈ എ എന്നാണ്. ഓക്കെ ആണോ? അല്ലെങ്കിൽ നമുക്ക് സിംപ്ലി ഇറ്റ് ഈസ് കാൾഡ് RE. റിലേറ്റീവ് എറർ കണ്ടുപിടിക്കുന്നത് ഇങ്ങനെയാണ്. റിലേറ്റീവ് എറർ ഈക്വൽ ടു, നോക്കിയേ, നമ്മുടെ കയ്യിൽ മൊത്തം എത്ര എറർ ഉണ്ട്? ഡെൽറ്റ എ മീൻ എറർ ഉണ്ട്. മൊത്തം മെഷർമെൻറ്റിനകത്ത് എററിനെ ഡെൽറ്റ എ മീൻ എന്നല്ലേ വിളിച്ചത്, ഡിവൈഡഡ് ബൈ അതിൻ്റെ ട്രൂ വാല്യൂ ഇല്ലായിരുന്നു എ മീൻ. ഒരു ക്വാണ്ടിറ്റിയുടെ ട്രൂ വാല്യൂവിൽ എത്രത്തോളം എറർ ഉണ്ടായിട്ടുണ്ട് അതിനെ വിളിക്കുന്ന പേരാണ് റിലേറ്റീവ് എറർ. മനസ്സിലായോ? ദാറ്റ് ഈസ് എറർ ബൈ ട്രൂ വാല്യൂ ഈസ് കാൾഡ് എന്ത്? റിലേറ്റീവ് എറർ. വിത്ത് റെസ്പെക്ട് ടു ട്രൂ വാല്യൂ എത്രത്തോളം എറർ അവിടെ ഉണ്ടായിട്ടുണ്ട് ഇതിനെ വിളിക്കുന്ന പേരാണ് റിലേറ്റീവ് എറർ. വിത്ത് റെസ്പെക്ട് ടു ട്രൂ വാല്യൂ എത്രത്തോളം എറർ അവിടെ ഉണ്ടായിട്ടുണ്ട്, അതുകൊണ്ടാണ് നമ്മൾ മൊത്തത്തിലുള്ള എററായ മീൻ അബ്സല്യൂട്ട് എറർ എടുത്തത്. ഇതെന്താണ്? ട്രൂ വാല്യൂ ആണ്. മനസ്സിലായോ? പ്രോബ്ലം ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ക്ലിയർ ആവും. തൽക്കാലം നിങ്ങൾ ഐഡിയ കൺസെപ്റ്റ് മനസ്സിലാക്കി പോവുക. ആൻഡ് വൺ മോർ എറർ ഇസ് ദെയർ. ലാസ്റ്റ് എറർ വളരെ എളുപ്പമാണ്. ഇറ്റ് ഈസ് കാൾഡ് പേഴ്സൻറ്റേജ് എറർ. എന്താണ് വിളിച്ചത്? പേഴ്സൻറ്റേജ് എറർ. എന്താ പേഴ്സൻറ്റേജ് എറർ എന്ന് പറഞ്ഞു തന്നെ? പേഴ്സൻറ്റേജ് എറർ മീൻസ് റിലേറ്റീവ് എറർ എക്സ്പ്രസ്ഡ് ഇൻ പേഴ്സൻറ്റേജ് ഈസ് കാൾഡ് എന്ത്? percentage error. That is percentage error is equal to relative error into 100. നമ്മൾ percentage ആക്കാൻ എന്ത് ചെയ്യണം? 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ. ദാറ്റ് ഈസ് ഡെൽറ്റ എ മീൻ, ഇതല്ലേ റിലേറ്റീവ് എറർ, ബൈ എ മീൻ ഇൻറ്റു 100. കിട്ടിയോ? ഇതിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്? പേഴ്സൻറ്റേജ് എറർ എന്ന് വിളിക്കുന്നത്. ഏകദേശം ഒരു ഐഡിയ കിട്ടി കാണുമല്ലോ. നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറയാം. സോ അങ്ങനെയാണെങ്കിൽ എററിനെ മാത്തമാറ്റിക്സിൽ നമ്മൾ എങ്ങനെയാണ് കൺവേർട്ട് ചെയ്തിരിക്കുന്നത്? 4 ഏതൊക്കെയാണ്? ഫസ്റ്റ് വൺ ഈസ് കാൾഡ് അബ്സല്യൂട്ട് എറർ. എന്തായിരുന്നു അബ്സല്യൂട്ട് എറർ? ഇൻഡിവിജ്വൽ എററിനെ വിളിക്കുന്ന പേരാണ് അബ്സല്യൂട്ട് എറർ. ദാറ്റ് ഈസ് ഡെൽറ്റ A1 ഈസ് ഈക്വൽ ടു ട്രൂ വാല്യൂ എന്ന് വെച്ചാൽ ആവറേജ് എടുത്ത വാല്യൂ ആണ്, മീൻ വാല്യൂ ആണ്. ട്രൂ വാല്യൂ മൈനസ് ആ മെഷർമെൻറ്റ് A1 എത്രത്തോളം എറർ ഉണ്ടെന്ന് വെച്ചാൽ അതിൻ്റെ ട്രൂ വാല്യൂന്ന് A1 കുറച്ചേക്കുക. അതേപോലെ A2, A3 മൂന്നിനകത്തും അബ്സല്യൂട്ട് എറേഴ്സ് ഉണ്ടാവും. എത്ര എണ്ണം എടുക്കുന്നു അത്രയും. അടുത്തതാണ് മീൻ അബ്സല്യൂട്ട് എറർ. എത്രയാണ്? മീൻ അബ്സല്യൂട്ട് എറർ. മീൻ അബ്സല്യൂട്ട് എറർ എന്ന് വെച്ചാൽ എന്തായിരുന്നു? ഡെൽറ്റ എ മീൻ ആണോ? അതായത് മൊത്തം മെഷർമെൻറ്റിനകത്ത് എത്രത്തോളം എറർ ഉണ്ട്. ഇത് ഇൻഡിവിജ്വൽ ആണെങ്കിൽ ഇത് ടോട്ടൽ മെഷർമെൻറ്റിനകത്ത് എത്രത്തോളം എറർ ഉണ്ട്. അതിനാണ് നമ്മൾ എന്താ വിളിച്ചത്? മീൻ അബ്സല്യൂട്ട് എറർ എന്ന് വിളിക്കുന്നത്. അതിനുവേണ്ടി നമ്മൾ എന്താ ചെയ്യുന്നത്? ഇതുപോലെ നമുക്ക് കിട്ടിയ ഓരോ ഇൻഡിവിജ്വൽ എറേഴ്സും എടുത്ത് ആവറേജ് എടുക്കും. കാരണം ഒരുപാട് ഡേറ്റാസിൽ നിന്ന് നമ്മൾ ഒരു സിംഗിൾ ഡേറ്റ ആയിട്ട് പറയണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? ആവറേജ് എടുത്താണ് പറയാറുള്ളത്. അപ്പോൾ ഇവിടെ ഒരുപാട് ഇൻഡിവിജ്വൽ അബ്സല്യൂട്ട് എറേഴ്സ് ഉണ്ട്. അതിൽ നിന്ന് ടോട്ടൽ എറർ എത്രയാണെന്ന് വെച്ചാൽ എല്ലാ അബ്സല്യൂട്ട് എറേഴ്സുടെ ആവറേജ് എടുത്താൽ മതി. ദറ്റ് ഈസ് ഡെൽറ്റ A1 പ്ലസ് ഡെൽറ്റ A2 പ്ലസ് ഡെൽറ്റ A3 പ്ലസ് എക്സെട്ര. എന്തുകൊണ്ട്? എത്ര എണ്ണം വേണമെങ്കിലും വരാം. എത്ര എക്സ്പെരിമെൻറ്റ് നമ്മൾ ചെയ്തോ അത്രയാണ്, അല്ലെങ്കിൽ എത്ര മെഷർമെൻറ്റ് നമ്മൾ എടുത്തോ അത്രയാണ്. ഞാനതുകൊണ്ട് ജനറലായിട്ട് എന്ന് ഉപയോഗിക്കുന്നുള്ളൂ. നെക്സ്റ്റ് ഈസ് കാൾഡ് റിലേറ്റീവ് എറർ. വാട്ട് യു മീൻ ബൈ റിലേറ്റീവ് എറർ? റിലേറ്റീവ് എറർ മീൻസ് നമുക്കിപ്പോൾ ഒരു എറർ കിട്ടിയത് എത്രയാണ്? മൊത്തത്തിലുള്ള എറർ എത്രയാണ്? ഡെൽറ്റ എം അല്ലേ? ആണോ? ഡെൽറ്റ എ മീൻ അഥവാ മീൻ അബ്സല്യൂട്ട് എറർ ഡിവൈഡഡ് ബൈ ട്രൂ വാല്യൂ അഥവാ ട്രൂ വാല്യൂവിനെ വിത്ത് റെസ്പെക്ട് ചെയ്തുകൊണ്ട് എത്രത്തോളം എറർ ഉണ്ടായിട്ടുണ്ട് അതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? റിലേറ്റീവ് എറർ. വാട്ട് യു മീൻ പേഴ്സൻറ്റേജ് എറർ? പേഴ്സൻറ്റേജ് എറർ മീൻസ് റിലേറ്റീവ് എറർ ഇൻറ്റു 100 ഓർ എക്സ്പ്രസ്ഡ് ഇൻ പേഴ്സൻറ്റേജ് ഈസ് കാൾഡ് പേഴ്സൻറ്റേജ് എറർ. ദാറ്റ് ഈസ് ഡെൽറ്റ എ മീൻ ബൈ എ മീൻ ഇൻറ്റു 100. ദിസ് ഈസ് കാൾഡ് പേഴ്സൻറ്റേജ് എറർ. പേഴ്സൻറ്റേജ് എറർ എപ്പോഴും നമ്മൾ പേഴ്സൻറ്റേജ് ഇട്ടായിരിക്കും റെപ്രസെൻറ്റ് ചെയ്യുന്നത്. കാരണം നമ്മൾ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തില്ലേ. സോ ഈ 4 എറേഴ്സാണ് നമുക്ക് +1 പഠിക്കാനായിട്ടുള്ളത്. ഏകദേശം ഒരു ഐഡിയ കിട്ടിയോ?
ക്ലിയർ ആണോ? ഓക്കെ, നമുക്കിതിൻ്റെ പ്രോബ്ലംസ് ചെയ്യാം. അപ്പോൾ കുറച്ചുകൂടെ തെളിയാം. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് പ്രോബ്ലം എഴുതിക്കോളൂ. ഒരു പ്രോബ്ലം സ്വന്തമായിട്ട് ചെയ്യുമ്പോഴത്തേക്കും ഇതിൻ്റെ കൺസെപ്റ്റ് പക്കയാവും. സോ ക്വസ്റ്റ്യൻ ഇതാണ്: ദ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് വാട്ടർ ഈസ് ഫൗണ്ട് ടു ഹാവ് ദ വാല്യൂസ് 1.29. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് തന്നിട്ടുണ്ട്. ഫസ്റ്റ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ N1 = 1.29. സെക്കൻഡ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് മെഷർ ചെയ്തപ്പോൾ N2 = 1.30 എന്ന് കിട്ടി. ആൻഡ് തേർഡ് വൺ ഈസ് 1.33. ഓക്കെ ആണോ? സോ 3 റീഡിംഗ് ഉള്ള മെഷർമെൻ്റ് ആണ് നിങ്ങളുടെ കയ്യിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്? ഇതിൻ്റെ മീൻ വാല്യൂ കണ്ടുപിടിക്കണം, അബ്സല്യൂട്ട് എറർ കണ്ടുപിടിക്കണം, റിലേറ്റീവ് എറർ കണ്ടുപിടിക്കണം, പേഴ്സൻറ്റേജ് എറർ കണ്ടുപിടിക്കണം. ഇതിലെ 4 എറേഴ്സും കണ്ടുപിടിക്കണം. ഓക്കെ, എന്ത് എറർ കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് ആദ്യം എന്താ വേണ്ടുന്നത്? ട്രൂ വാല്യൂ വേണം. അങ്ങനെയാണെങ്കിൽ ഞാൻ ട്രൂ വാല്യൂ എഴുതട്ടെ. ട്രൂ വാല്യൂവിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്ന ആവറേജ് എടുത്തല്ലേ? എ മീൻ എന്നല്ലേ എന്നെ വിളിക്കുന്നത്? എ മീൻ മീൻസ് ട്രൂ വാല്യൂ. ഓക്കെ ആണോ? അങ്ങനെയാണെങ്കിൽ എന്ത് എഴുതാം? N1 പ്ലസ് ആ ഇൻഡിവിജ്വൽ മെഷർമെൻറ്റുകൾ എടുക്കുക, അതിൻ്റെ ആവറേജ് എടുക്കുക. N2 ബൈ ഇവിടെ 3 എണ്ണം ഉള്ളതുകൊണ്ട് 3 കൊണ്ട് ഡിവൈഡ് ചെയ്തേക്കുക. ദാറ്റ് ഈസ് 1.29 പ്ലസ് 1.30 പ്ലസ് 1.33. ഓക്കെ ആണോ? ഡിവൈഡ് ബൈ 3. ഓക്കെ, ആൻസർ നമുക്ക് ഫസ്റ്റ് എറർ കണ്ടുപിടിക്കാം. ഇറ്റ് ഈസ് കാൾഡ് അബ്സല്യൂട്ട് എറർ. ഫസ്റ്റ് നമ്മൾ അബ്സല്യൂട്ട് എറർ കണ്ടുപിടിക്കാം. എന്ത് അബ്സല്യൂട്ട് എറർ? ഇൻഡിവിജ്വൽ റീഡിങ്സിനകത്തുണ്ട് എറേഴ്സിനെ വിളിക്കുന്ന പേരാണ് അബ്സല്യൂട്ട് എറർ. സോ വാട്ട് മീൻ ബൈ ഡെൽറ്റ N1? ഇവിടെ എക്ക് പറഞ്ഞിട്ട് N എന്ന് എടുത്തേക്കുന്നേ ഉള്ളൂ. റീഡിംഗ് എന്താണോ തരുന്നത് അതിനനുസരിച്ച് എടുക്കുക. അപ്പോൾ X എന്ന് തരാം, Y എന്ന് തരാം. നമ്മൾ ഡെൽറ്റ A1 എന്നാണ് പഠിച്ചത്. അതായത് A1-നകത്തുണ്ടെന്ന് എറർ. ഇവിടെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആയതുകൊണ്ട് N1 എന്ന് എടുക്കുന്നു. ഡെൽറ്റ N1 മീൻസ് അതിൻ്റെ ട്രൂ വാല്യൂ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പോൾ കിട്ടിയിട്ടുണ്ടല്ലോ. അതിനെ ഞാൻ N എന്ന് വിളിച്ചോട്ടെ. ഓക്കെ, അല്ലെങ്കിൽ NM എന്ന് വിളിച്ചോട്ടെ. മൈനസ് N1-ൻ്റെ റീഡിങ്. ദാറ്റ് ഈസ് നിങ്ങളൊന്ന് പറഞ്ഞാൽ എത്രയായിരുന്നു അത്? ട്രൂ വാല്യൂ മീൻസ് ഇതാണ് N എന്ന് പറയുന്നത്, അല്ലെങ്കിൽ NM എന്ന് പറയുന്നത്. സെയിം സാധനമാണ്, AM ആണ്. ഞാൻ പകരം NM എന്ന് റെപ്രസെൻറ്റ് ചെയ്യുന്നേ ഉള്ളൂ. ഇറ്റ് ഈസ് 1.31. ഫസ്റ്റ് റീഡിങ് 1.29 അല്ലേ? അപ്പോൾ ഇത് നമ്മുടെ ഡിഫറൻസിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ഫസ്റ്റ് റീഡിങ്ങിലെ എറർ അഥവാ ഫസ്റ്റ് അബ്സല്യൂട്ട് എറർ. സോ ഫസ്റ്റ് അബ്സല്യൂട്ട് എറർ ഡെൽറ്റ N1 = NM മൈനസ് N1. ഹിയർ N1 = എത്രയാണ്? ഇറ്റ് ഈസ് 1.31. That is 1.31 minus 1.29. ആൻസർ പറഞ്ഞു. ഇറ്റ് ഈസ് 11. 2 വരും, ഇന്ന് 0 വരും ആണോ? 0. ആൻഡ് ദിസ് ഈസ് ദ എറർ. നോക്കി, എറർ അത്രത്തോളം ചെറിയ വാല്യൂ ആണെന്ന്. കാരണം അത്രത്തോളം ആക്യുറേറ്റ് ആയിരുന്നത്. അതുകൊണ്ട് വളരെ ചെറിയ എററാണ് കിട്ടിയിരിക്കുന്നത്. എന്തായാലും എറർ ഉണ്ട്. ഇതിനെ വിളിക്കുന്ന പേരാണ് ഫസ്റ്റ് അബ്സല്യൂട്ട് എറർ. സിമിലർലി സെക്കൻഡ് അബ്സല്യൂട്ട് എറർ പറയാമോ? N2 = പറഞ്ഞു ട്രൂ വാല്യൂ അഥവാ ആവറേജ് വാല്യൂ ഓഫ് N, മീൻ വാല്യൂ മൈനസ് N2. എത്ര കിട്ടും? 1.31. അത് മാറുന്നില്ലല്ലോ. മൈനസ് ഇറ്റ് ഈസ് 1.30 അല്ലേ? എത്ര കിട്ടി? ഇറ്റ് ഈസ് 0.01. ഉണ്ടോ? എറർ പിന്നെയും കുറഞ്ഞുണ്ടോ? അതായത് ആക്യുറസി കൂടുന്നു. നെക്സ്റ്റ് ഈസ് കാൾഡ് ഡെൽറ്റ N3. കാരണം അബ്സല്യൂട്ട് എറേഴ്സ് ചോദിച്ചാൽ ഓരോ എറർ നമ്മൾ കണ്ടുപിടിക്കണം. ഓക്കെ, ദറ്റ് ഈസ് ട്രൂ വാല്യൂ മൈനസ് തേർഡ് മെഷർമെൻറ്റ് ഈസ് 1.33 അല്ലേ? മൈനസ് 1.33. എത്ര കിട്ടും? ഇറ്റ് ഈസ് മൈനസ് 0.02. പക്ഷേ ഞാൻ നിങ്ങളോട് നേരത്തെ ഒരു കാര്യം പറഞ്ഞു. എന്താ? അബ്സല്യൂട്ട് എറേഴ്സ് എപ്പോഴും പോസിറ്റീവായിട്ട് എടുക്കാറുള്ളൂ. അതുകൊണ്ട് നിങ്ങൾക്ക് മൈനസ് കിട്ടിയാൽ നിങ്ങൾ എന്തെന്ന് എക്സ്പ്രസ് ചെയ്തോളൂ? പോസിറ്റീവ് എന്ന് എക്സ്പ്രസ് ചെയ്തോളൂ. മനസ്സിലായോ? സോ ദിസ് ഈസ് കാൾഡ് അബ്സല്യൂട്ട് എറർ. അപ്പോൾ ഫസ്റ്റ് എറർ കണ്ടുപിടിച്ചു, അബ്സല്യൂട്ട് എറർ കണ്ടുപിടിക്കാൻ പറഞ്ഞു. നമ്മൾ ഓരോന്നിനകത്തുള്ള അബ്സല്യൂട്ട് എറർ കണ്ടുപിടിച്ചു. എത്ര റീഡിംഗ് ഉണ്ടോ അത്രയും അബ്സല്യൂട്ട് എറർ കാണും. കാരണം ഓരോന്നിനകത്തുണ്ടാകുന്ന എററാണ്. ഐഡിയ കിട്ടിയോ? നെക്സ്റ്റ് നമുക്ക് എന്താ വേണ്ടത്? മീൻ അബ്സല്യൂട്ട് എറർ എടുക്കണം. മീൻ അബ്സല്യൂട്ട് എറർ എന്ന് പറഞ്ഞാൽ ഡെൽറ്റ N1 പ്ലസ് ഡെൽറ്റ N2 പ്ലസ് ഡെൽറ്റ N3 ബൈ 3. അതായത് എല്ലാ എററിൻ്റെയും ആവറേജിനെ വിളിക്കുന്ന പേരാണ് മീൻ അബ്സല്യൂട്ട് എറർ. സോ ചെയ്യാം. മീൻ അബ്സല്യൂട്ട് എററിനെ ഞാൻ ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്തോട്ടെ, NM എന്ന്. ഡെൽറ്റ ഇട്ടാൽ എറർ എന്നാണ് അർത്ഥം. ആവറേജ് എടുക്കുന്നതുകൊണ്ടാണ് മീൻ എന്ന് കൊടുത്തത്. സോ ഇറ്റ് ഈസ് ഡെൽറ്റ N1 ഫസ്റ്റ് അബ്സല്യൂട്ട് എറർ പ്ലസ് സെക്കൻഡ് അബ്സല്യൂട്ട് എറർ പ്ലസ് തേർഡ് അബ്സല്യൂട്ട് എറർ. കത്തിയോ? ഡിവൈഡഡ് ബൈ 3 സിക്കൾട്ടോ. ഫസ്റ്റ് വാല്യൂ എത്ര കിട്ടിയത്? 0.02. സെക്കൻഡ് വാല്യൂ എത്ര കിട്ടിയത്? 0.01. അടുത്ത വാല്യൂ എത്ര കിട്ടിയത്? 0.02 അല്ലേ? നമ്മൾ ചെയ്ത അബ്സല്യൂട്ട് എറേഴ്സ് എടുക്കുന്നു, ഡിവൈഡഡ് ബൈ 3 കൊടുക്കുന്നു. സോ ദ ആൻസർ ഈസ് 0.05 ഡിവൈഡ് ബൈ 3 ആണോ? സോ ഇതിൻ്റെ ആൻസർ ഏകദേശം എത്ര വരും നോക്കി പറഞ്ഞേ. ഇറ്റ് ഈസ് 0.05 ഡിവൈഡ് ബൈ എത്രയായിരുന്നു? 3 അല്ലേ? യെസ്, ഈക്വൽ ടു 0.05
0 1 6 എന്നാണ്. ഞാനതിനെ എന്താക്കുന്നു 1 എന്ന് കിട്ടേക്കുന്നു. കാരണം 1 6 എന്നാണ്. വേണമെങ്കിൽ ഇതിനെ 2 എന്ന് എഴുതിക്കോളൂ. 0.02 എന്നാക്കിക്കോളൂ. ആവറേജ് എറർ ഇസ് ഈക്വൽ ടു 0.02. നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മതി. റൗണ്ട് ചെയ്യുമ്പോഴത്തേക്കും 0.02 തന്നെ കിട്ടും. ഓക്കെ അല്ലേ? ഡൗട്ടൊന്നുമില്ലല്ലോ. റൗണ്ട് ചെയ്ത വാല്യൂ ആണിത്. അപ്പോൾ നമുക്ക് അത്രയും വാല്യൂസും കിട്ടി. ക്ലിയർ അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് കിട്ടി? മീൻ അബ്സല്യൂട്ട് എറർ കിട്ടി. അടുത്ത നമുക്ക് കണ്ടുപിടിക്കേണ്ട എറർ ഏതാണ്? ഇറ്റ് ഈസ് കാൾഡ് റിലേറ്റീവ് എറർ. വാട്ട് യു മീൻ റിലേറ്റീവ് എറർ? യെസ്, നമ്മളിപ്പോൾ കണ്ടുപിടിച്ച മീൻ അബ്സല്യൂട്ട് എറർ അഥവാ ടോട്ടൽ എറർ ഡിവൈഡഡ് ബൈ ട്രൂ വാല്യൂ അല്ലേ? ട്രൂ വാല്യൂ എന്ന് വെച്ചാൽ എ മീനാണ്. ഇവിടെ ഞാൻ എന്നാണ് എ എന്ന് എഴുതിയതേ ഉള്ളൂ. സോ ഇപ്പോൾ എത്ര കിട്ടിയത്? 0.02 അല്ലേ കിട്ടിയത്? 0.02 എന്നല്ലേ കിട്ടിയത്? ഡിവൈഡ് ബൈ എത്രയായിരുന്നു? എ മീൻ. എ മീൻ മീൻസ് ഇറ്റ് ഈസ് 1.31 അല്ലേ? നോക്കൂ, നമ്മുടെ ട്രൂ വാല്യൂ എത്രയായിരുന്നു? ട്രൂ വാല്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ 1.31. ഇതല്ലേ നമ്മുടെ ട്രൂ വാല്യൂ? 1.31 ആണോ? 1.31 ഈസ് ഓർ ട്രൂ വാല്യൂ. 1.31 ഈസ് ഓർ ട്രൂ വാല്യൂ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഇക്വേഷനകത്തോട്ട് നമ്മൾ ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. എത്ര കിട്ടുമെന്ന് പറഞ്ഞു തന്നെ ഇതിൻ്റെ ആൻസർ? ഇറ്റ് ഈസ് 0.02 ഡിവൈഡഡ് ബൈ 1.31 ആണോ? ആൻഡ് ദ ആൻസർ ഈസ് 0.015. അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ റൗണ്ട് ചെയ്ത് 0.01 എന്ന് എഴുതി നിർത്താം. 2 ഡിജിറ്റ് മതിയെങ്കിൽ. ഓക്കെ ആണോ? ദിസ് ഇസ് കാൾഡ് റിലേറ്റീവ് എറർ. ഏകദേശം റെഡി കിട്ടിയോ? 3 ഡിജിറ്റ് എന്തിനാണെന്ന് ഞാൻ പിന്നെ പറഞ്ഞുതരാം. ലാസ്റ്റ് എറർ ഇസ് കാൾഡ് പേഴ്സൻറ്റേജ് എറർ. എന്താ പേഴ്സൻറ്റേജ് എറർ എന്ന് വെച്ചാൽ? സോ പേഴ്സൻറ്റേജ് എറർ മീൻസ് റിലേറ്റീവ് എറർ എക്സ്പ്രസ്ഡ് ഇൻ പേഴ്സൻറ്റേജ് ഓർ 100. സോ ഇതിനെ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് എത്ര കിട്ടും? ഇറ്റ് ഈസ് 1.5%. ഇത്ര എറർ അതിനകത്ത് ഉണ്ടായിട്ടുണ്ട്. മൊത്തം വാല്യൂവിനകത്ത് എത്ര എറർ ഉണ്ടായിട്ടുണ്ട്? 1.5%. മനസ്സിലായോ? ആൻഡ് ദിസ് ഈസ് കാൾഡ് എന്ത്? എറേഴ്സ്. അപ്പോൾ എറേഴ്സിൻ്റെ മാത്തമെറ്റിക്കൽ ഓപ്പറേഷൻസ് മനസ്സിലായല്ലോ. 4 ടൈപ്പ് എറേഴ്സ്. ഏതൊക്കെയാണ്? അബ്സല്യൂട്ട് എറർ, ഇൻഡിവിജ്വൽ എറർ, മീൻ അബ്സല്യൂട്ട് എറർ. എന്താണ്? മൊത്തത്തിലുള്ള എറർ, ടോട്ടൽ എറർ, അതായത് ആവറേജ് ഓഫ് അബ്സല്യൂട്ട് എറേഴ്സ്. അടുത്തത് റിലേറ്റീവ് എറർ, എറർ വിത്ത് റെസ്പെക്ട് ടു ട്രൂ വാല്യൂ ഈസ് കാൾഡ് റിലേറ്റീവ് എറർ. ആൻഡ് ദിസ് റിലേറ്റീവ് എറർ എക്സ്പ്രസ്ഡ് ഇൻ പേഴ്സൻറ്റേജ് ഈസ് കാൾഡ് പേഴ്സൻറ്റേജ് എറർ. ഓക്കെ ആണോ? സോ നിങ്ങളോട് ഇത് ചോദിക്കാൻ പോകുന്നത് ഇങ്ങനെയായിരിക്കും. ഒറ്റ ക്വസ്റ്റ്യൻ. 4 റീഡിങ്സ് ആയിരുന്നു. A1 A2 A3 A4 എന്ന് പറഞ്ഞ് 4 റീഡിങ്സ് ആയിരുന്നു. എന്നിട്ട് പറയും പേഴ്സൻറ്റേജ് എറർ കണ്ടുപിടിക്കാൻ. പേഴ്സൻറ്റേജ് എറർ കണ്ടുപിടിക്കണം എന്ത് വേണം? റിലേറ്റീവ് എറർ വേണം. റിലേറ്റീവ് എറർ വേണം എന്ത് വേണം? മീൻ അബ്സല്യൂട്ട് എറർ വേണം. ആണോ? മീൻ അബ്സല്യൂട്ട് എറർ വേണം എന്ത് വേണം? നിങ്ങൾക്ക് ഇൻഡിവിജ്വൽ എറേഴ്സ് കണ്ടുപിടിച്ചേ പറ്റൂ അല്ലേ? ഇൻഡിവിജ്വൽ അബ്സല്യൂട്ട് എറേഴ്സ് കണ്ടുപിടിച്ചല്ലേ പറ്റൂ. ഓരോന്നിനകത്തുകൊണ്ട് എറർ കണ്ടുപിടിച്ചല്ലേ പറ്റൂ. മനസ്സിലായോ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം പോയി അബ്സല്യൂട്ട് എറർ കണ്ടുപിടിക്കണം. അപ്പോൾ അബ്സല്യൂട്ട് എറർ കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് എന്ത് വേണം? ട്രൂ വാല്യൂ വേണം. ട്രൂ വാല്യൂ എടുക്കാൻ വേണ്ടി എല്ലാത്തിൻ്റെയും കൂടെ തന്നിരിക്കുന്ന റീഡിങ്സിൻ്റെ എല്ലാം കൂടെ ആവറേജ് എടുത്തേ പറ്റൂ. അപ്പോൾ നിങ്ങളോട് പേഴ്സൻറ്റേജ് എറർ വെച്ചാൽ നിങ്ങൾ ഈ 3 എററും ചെയ്തേ പറ്റൂ. അപ്പോൾ ക്വസ്റ്റിനകത്ത് പേഴ്സൻറ്റേജിന് മാത്രമേ കാണൂ. പക്ഷേ നിങ്ങൾ ആദ്യം പോയി ട്രൂ വാല്യൂ കണ്ടുപിടിച്ച്, അബ്സല്യൂട്ട് കണ്ടുപിടിച്ച്, മീൻ അബ്സല്യൂട്ട് കണ്ടുപിടിച്ച്, റിലേറ്റീവ് കണ്ടുപിടിച്ച് പേഴ്സൻറ്റേജ് ആക്കണം. ക്ലിയർ ആണോ? സോ നമുക്ക് കുറച്ചുകൂടെ ചെയ്യാനുണ്ട്. ആ പ്രോബ്ലം കൂടെ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ തെളിയും. ഏകദേശം ഒരു ഐഡിയ കിട്ടിയല്ലോ ഇക്വേഷൻസ് ബേസിട്ടുള്ള. അപ്പോൾ നമുക്ക് 2 പ്രോബ്ലംസ് ചെയ്യാം. എന്നിട്ട് ഇത് കുറച്ചുകൂടെ സിമ്പിളാക്കാം. ഓക്കെ. സോ ഇനി നിങ്ങൾക്ക് ഒരു NCERT പ്രോബ്ലം സ്വയം ഒന്ന് ചെയ്ത് നോക്കാം. ഇതിൻ്റെ ആൻസർ തെറ്റിയാലും നിങ്ങൾ സ്വയം തന്നെ ചെയ്യണം. ഓക്കെ. അതിനുശേഷം മാത്രം, അതായത് ഈ ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിക്കുക, ഗിവൺ വാല്യൂസ് എഴുതുക, ഈ വീഡിയോ പോസ് ചെയ്യുക, സ്വന്തമായിട്ടൊന്ന് ചെയ്ത് നോക്കുക. നമ്മൾ പറഞ്ഞ ഇക്വേഷൻസ് എല്ലാം അപ്ലൈ ചെയ്ത് അതിനുശേഷം എന്ത് ചെയ്യുക? നമ്മൾ പറഞ്ഞ സ്റ്റെപ്പുകൾ അപ്ലൈ ചെയ്തിട്ട് ആൻസർ കണ്ടുപിടിച്ചതിന് ശേഷം മാത്രം വീഡിയോ കണ്ടിന്യൂ ചെയ്യുക. ഓക്കെ അല്ലേ? ചെയ്ത് നോക്കാം. ഓക്കെ. ആ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചോളൂ. വി മെഷർ ദ പീരീഡ് ഓഫ് ഓസിലേഷൻ ഓഫ് എ സിമ്പിൾ പെൻഡുലം. അതായത് സിമ്പിൾ പെൻഡുലത്തിൻ്റെ ഓസിലേഷനാണ്, ടൈം പീരീഡാണ് മെഷർ ചെയ്തിരിക്കുന്നത്. ഓക്കെ ആണല്ലോ? ഇൻ സക്സസീവ് മെഷർമെൻറ്റ്സ് ദ റീഡിങ്സ് ടേൺ ഔട്ട് ടു ബി, റീഡിങ്സ് ആണ് തന്നിരിക്കുന്നത് 2.363 സെക്കൻഡ്സ്, 2.56 സെക്കൻഡ്സ്, 2.42 സെക്കൻഡ്സ്, 2.71 സെക്കൻഡ്സ്, 2.80 സെക്കൻഡ്സ്. ഓക്കെ ആണോ? എത്ര റീഡിങ്സ് ഉണ്ട്? 5 റീഡിങ്സ് ഉണ്ട് ഇവിടെ. ഓക്കെ. അങ്ങനെയാണെങ്കിൽ കാൽക്കുലേറ്റ് ദ അബ്സല്യൂട്ട് എറർ, എറേഴ്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് എല്ലാത്തിനകത്തും ഉണ്ടാവുമല്ലോ, ഇൻഡിവിജ്വൽ എറേഴ്സ് ആണല്ലോ, റിലേറ്റീവ് എറർ ആൻഡ് പേഴ്സൻറ്റേജ് എറർ. ഓക്കെ ആണോ? NCERT ക്വസ്റ്റ്യൻസ് ആണ്. മാക്സിമം ചെയ്ത് പഠിച്ചോളൂ, എക്സാമിന് വരാനുള്ള ചാൻസ് കൂടുതലാണ്. ഓക്കെ. അപ്പോൾ ആദ്യ റീഡിങ്സ് നമുക്കൊന്ന് എഴുതാം. ഞാൻ T എന്നാണ് റെപ്രസെൻറ്റ് ചെയ്യാൻ പോകുന്നത് മെഷർമെൻറ്റുകളെ. കാരണം ടൈം പീരീഡ് അല്ലേ, അതുകൊണ്ട് T. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നിങ്ങൾക്ക് റെപ്രസെൻറ്റ് ചെയ്യണമെങ്കിൽ A1 എന്ന് റെപ്രസെൻറ്റ് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇറ്റ് ഈസ് 2.63 സെക്കൻഡ്സ്. ഗിവൺ വാല്യൂസ് മാത്രമേ നമ്മൾ ഒരുമിച്ച് ചെയ്യുന്നുള്ളൂ. അടുത്തത് നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യണേ. T2 = 2.56 സെക്കൻഡ്സ്. ഓക്കെ അല്ലേ? T3 = 2.42 സെക്കൻഡ്സ് ആൻഡ് T4 = 2.71 സെക്കൻഡ്സ് ആൻഡ് T5 ഫിഫ്ത്ത് റീഡിങ് എത്രയാണ്? 2.80 സെക്കൻഡ്സ്. 2.80 സെക്കൻഡ്സ്. അപ്പോൾ ഇത്രയും കിട്ടി.
ഓക്കെ ആണോ? നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത് അബ്സല്യൂട്ട് എറർ കണ്ടുപിടിക്കണം. അബ്സല്യൂട്ട് എറർ എന്ന് വെച്ചാൽ ഓരോന്നിനകത്ത് ഉണ്ടാകുന്ന എറേഴ്സാണ്. അടുത്ത റിലേറ്റീവ് എറർ കണ്ടുപിടിക്കണം. എന്തായിരുന്നു? ടോട്ടൽ എറർ ബൈ ട്രൂ വാല്യൂ. അടുത്തത് പേഴ്സൻറ്റേജ് എറർ. എന്താ പേഴ്സൻറ്റേജ് എറർ എന്ന് വെച്ചാൽ? യെസ്, റിലേറ്റീവ് എറർ എക്സ്പ്രസ്ഡ് ഇൻ പേഴ്സൻറ്റേജ് ഈസ് കാൾഡ് പേഴ്സൻറ്റേജ് എറർ. അപ്പോൾ ഇതിനെല്ലാം അബ്സല്യൂട്ട് എറർ കണ്ടുപിടിക്കണമെങ്കിലും എറർ കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് ട്രൂ വാല്യൂ വേണ്ടേ? സോ നമുക്ക് ട്രൂ വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരു മെത്തേഡ് ഉണ്ട്. ട്രൂ വാല്യൂ മീൻസ് ആവറേജ് വാല്യൂ ഓഫ് ഇൻഡിവിജ്വൽ മെഷർമെൻറ്റ്സ് ആണോ? ദാറ്റ് ഈസ് TM ഈസ് ഈക്വൽ ടു T1 പ്ലസ് T2 പ്ലസ് T3 പ്ലസ് T4 പ്ലസ് T5. കാരണം എന്താ എത്ര എടുക്കുന്നുണ്ട്? യെസ്, ഇവിടെ 5 റീഡിങ്സ് ഉണ്ട്, അതുകൊണ്ടാണ്. അങ്ങനെയാണെങ്കിൽ TM ഒന്ന് കണ്ടുപിടിച്ച് തന്നെ ഇപ്പോഴേ 2.63 പ്ലസ് 2.56 ആണോ? പ്ലസ് 2.42. നിങ്ങൾ ഡെസിമൽ കുറയ്ക്കരുത്, കാരണം ഡെസിമൽ കുറച്ചാൽ എററിനകത്ത് വ്യത്യാസം വരും. പ്ലസ് 2.71 പ്ലസ് 2.80 എന്ന് ഇട്ടുള്ളൂ, കാരണം 2 റെസൊല്യൂഷൻ ഉണ്ട് അല്ലേ? ഡെസിമൽ കഴിഞ്ഞ് 2 പോയിൻ്റ് അല്ലേ, അതുകൊണ്ട്. ഡിവൈഡഡ് ബൈ എത്രയാണ്? 5. ഓക്കെ ആണോ? നിങ്ങൾക്ക് അല്ലാണ്ട് തന്നെ ചെയ്തേ പറ്റൂ, കാരണം കാൽക്കുലേറ്റർ ഉപയോഗിക്കാൻ പറ്റത്തില്ല. അൺഫോർച്ചുനേറ്റ്ലി CBSE എന്ത് പറയുന്നില്ല? കാൽക്കുലേറ്റർ ഉപയോഗിക്കാൻ പറയുന്നില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ അല്ലാണ്ട് ചെയ്തേ പറ്റൂ. സോ ഈ വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്തിട്ട് ഇതിൻ്റെ ഫൈനൽ ആൻസർ വരുമെന്ന് ചെയ്തോളൂ. അതിനുശേഷം ഈ വീഡിയോയിലേക്ക് വരിക. ഓക്കെ, അപ്പോൾ ചെയ്ത് ആൻസർ കിട്ടിക്കാണുമല്ലോ. നമുക്ക് ചെക്ക് ചെയ്യാം തന്നെയാണ് കിട്ടിയത്. ടോട്ടൽ വാല്യൂ എത്ര കിട്ടിയായിരുന്നു? TM എല്ലാം കൂടി ചെയ്തപ്പോൾ എത്ര കിട്ടിയായിരുന്നു? TMൻ്റെ വാല്യൂ നമുക്ക് കിട്ടിയിരുന്നത് 13.12 ആണോ? ഞാൻ റൗണ്ട് ചെയ്ത വാല്യൂ ആണ് ഇത്. ഡിവൈഡ് ബൈ 5 ആണോ? സിക്വൽ ടു ഏകദേശം ഒരു 2.624 എന്നായിരിക്കും കിട്ടിയിട്ടുണ്ടാവുക. ഞാൻ അതിനെ ഒന്നുകൂടെ റൗണ്ട് ചെയ്യാം, കാരണം എനിക്ക് ഡെസിമൽ 2 മതി, റെസൊല്യൂഷൻ 2 മതി. ദെർഫോർ 2.6 ദിസ് ഈസ് ദ ട്രൂ വാല്യൂ. സോ ഇവിടുത്തെ ട്രൂ വാല്യൂ എത്ര കിട്ടി? ആവശ്യമുള്ളതാണ്, എല്ലാത്തിനും ആവശ്യമുള്ളതാണ്. ട്രൂ വാല്യൂ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. 2.6 ഇതാണ് ഇനി നമ്മുടെ ആക്ച്വൽ വാല്യൂ, കാരണം ആക്ച്വൽ വാല്യൂ നമ്മൾ ആവറേജ് ആയിട്ട് എടുത്ത വാല്യൂ ആണ്. ഓക്കെ അല്ലേ? ഇനി നമുക്ക് ഏതാണ് കണ്ടുപിടിക്കേണ്ടത്? യെസ്, നമുക്കിനി അബ്സല്യൂട്ട് എറേഴ്സ് കണ്ടുപിടിക്കണം. ഫസ്റ്റ് റീഡിങ്ങിന് മുതലുള്ള അബ്സല്യൂട്ട് എറേഴ്സ് കണ്ടുപിടിക്കണം. അബ്സല്യൂട്ട് എറർ എന്ന് വെച്ചാൽ ഇൻഡിവിജ്വൽ റീഡിങ്ങിനകത്തുണ്ടാകുന്ന എറേഴ്സാണ്, ഇൻഡിവിജ്വൽ മെഷർമെൻറ്റിനകത്തുണ്ടാകുന്ന എറേഴ്സാണ്. അപ്പോൾ ഫസ്റ്റ് അബ്സല്യൂട്ട് എററിനെ ഞാൻ Δt1 എന്ന് വിളിച്ചോട്ടെ. Δt1 ഈക്വൽ ടു എന്തായിരുന്നു ഇക്വേഷൻ? ട്രൂ വാല്യൂ മൈനസ് ഫസ്റ്റ് റീഡിങ്. ട്രൂ വാല്യൂ മൈനസ് ഫസ്റ്റ് റീഡിങ്. പറഞ്ഞു, ട്രൂ വാല്യൂ എത്രയാണ്? ഇറ്റ് ഈസ് 2.62 ആണോ? മൈനസ് ഫസ്റ്റ് റീഡിങ് എത്രയായിരുന്നു മെഷർമെൻറ്റിൻ്റെ? ഇറ്റ് ഈസ് 2.63 അല്ലേ? 2.63 ആണോ? ഈക്വൽ ടു എത്ര കിട്ടും? ഈക്വൽ ടു ഏകദേശം ഒരു 0.01 കിട്ടത്തില്ലേ? മൈനസ് ആണ്, പക്ഷെ ഞാൻ പറഞ്ഞു അബ്സല്യൂട്ട് എറേഴ്സ് ആർ ഓൾവേസ് എക്സ്പ്രസ്ഡ് ഇൻ പോസിറ്റീവ്. അപ്പോൾ 0.01 സെക്കൻഡ്സ് മൈനസ് ഉണ്ടെങ്കിൽ നിങ്ങൾ അങ്ങ് മാറ്റിയേക്കണം കേട്ടോ. Δt2 എത്രയായിരുന്നു? സെക്കൻഡ് അബ്സല്യൂട്ട് എറർ. TM അതായത് ട്രൂ വാല്യൂ മൈനസ് T2 ഈക്വൽ ടു 2.62. അത് ട്രൂ വാല്യൂ മാറത്തില്ലല്ലോ, അതുകൊണ്ടല്ലേ. മൈനസ് 2.56 അല്ലായിരുന്നോ? യെസ്, ഈക്വൽ ടു എത്ര കിട്ടിക്കാണും? 0.06. ഡൗട്ടൊന്നുമില്ലല്ലോ? ഓക്കെ, T3 പറഞ്ഞോ. ട്രൂ വാല്യൂ മൈനസ് T3 ആണോ? ഈക്വൽ ടു ട്രൂ വാല്യൂ എത്രയാണ്? 2.62. അത് മാറുന്നില്ല, മൈനസ് 2.42. ഓക്കെ ആണോ? ഈക്വൽ ടു 0.020. 20 കൂടി ഇട്ടേരെ, കാരണം റെസൊല്യൂഷൻ 2 ഡിജിറ്റ് കിടക്കട്ടെ, അതിന് വേണ്ടിയിട്ടാണ്. T4 ആണേ. അടുത്ത Δt4 ആണ്. എത്രയായിരുന്നു? TM മൈനസ് T4 പറഞ്ഞോ. 2.62 മൈനസ് 2.71 അല്ലേ ഫോർത്ത് വാല്യൂ? ഇൻഡിവിജ്വൽ റീഡിങ് ആയിട്ടുണ്ട് 7.1 ആണേ. എത്ര കിട്ടിയായിരുന്നു അത്? 0.09 ആണോ? ആൻഡ് ലാസ്റ്റ് അബ്സല്യൂട്ട് എറർ T5 എന്ന് എടുത്തോട്ടെ. ഈക്വൽ ടു TM മൈനസ് T5 ആണോ? ഈക്വൽ ടു 2.62 മൈനസ് 2.80 ആണോ? ഈക്വൽ ടു എത്ര കിട്ടും? യെസ്, ഇത് ഇത്തിരി വലിയ നമ്പറാണ് കിട്ടിയത്. 0.18 സെക്കൻഡ്സ്. കണ്ടോ, എറർ കൂടി, കാരണം ആക്യുറസി കുറഞ്ഞുകൊണ്ടാണ്. റീഡിങ്ങിനകത്ത് നല്ല വ്യത്യാസം ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ എന്ത് അബ്സല്യൂട്ട് എറേഴ്സ്. നിങ്ങൾക്ക് ചെറിയ ഡിഫറൻസ് വന്നാലും വലിയ വിഷയമില്ല, എന്നാൽ പോലും ഏകദേശം അടുത്തെങ്കിലും വന്നിരിക്കണം. ഇതിനാണ് അബ്സല്യൂട്ട് എറേഴ്സ് എന്ന് വിളിക്കുന്നത്. സോ അബ്സല്യൂട്ട് എറേഴ്സ് ഇൻ ദ മെഷർമെൻറ്റ് ആർ Δt1, Δt2 ഓരോന്നും കിട്ടിയില്ലേ? ഓക്കെ ആണോ? നെക്സ്റ്റ് എന്താ നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്? റിലേറ്റീവ് എറർ. എന്താണ് റിലേറ്റീവ് എറർ കണ്ടുപിടിക്കണം. എന്ത് വേണം? പക്ഷേ ടോട്ടൽ എറർ വേണ്ടേ? Δa mean വേണ്ടേ? ടോട്ടൽ എറർ ബൈ
ട്രൂ വാല്യൂ അല്ലേ നമ്മുടെ എന്തെന്ന് പറയുന്നത് റിലേറ്റീവ് എറർ എന്ന് പറയുന്നത്. അപ്പോൾ അത് കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് ടോട്ടൽ എറർ വേണം. ടോട്ടൽ എററിനെ നമ്മൾ വിളിക്കുന്ന ഒരു പേരുണ്ടായിരുന്നു. ഇറ്റ് ഈസ് കാൾഡ് മീൻ അബ്സല്യൂട്ട് എറർ. എന്താ വിളിച്ചത്? മീൻ അബ്സല്യൂട്ട് എറർ. മീൻ അബ്സല്യൂട്ട് എറർ കണ്ടുപിടിക്കട്ടെ. അപ്പോൾ വാട്ട് മീൻ ബൈ മീൻ അബ്സല്യൂട്ട് എറർ? ടോട്ടൽ എറർ ഇൻ ദ മെഷർമെൻറ്റ്സ്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഡെൽറ്റ ടി മീൻ എന്ന് എഴുതിക്കോട്ടെ. അതായത് ഇൻഡിവിജ്വൽ എറേഴ്സിൻ്റെ ആവറേജ് എടുത്താൽ മതി. ഇൻഡിവിജ്വൽ എറേഴ്സിൻ്റെ ആവറേജ് ദാറ്റ് ഈസ് ഡെൽറ്റ ടി വൺ പ്ലസ് ഡെൽറ്റ ടി ടു ആണോ? ഞാൻ എഴുതുന്നത് മനസ്സിലാവുന്നില്ലെങ്കിൽ പറയണേ. ടി ടു പ്ലസ് ഡെൽറ്റ ടി ത്രീ പ്ലസ് ഡെൽറ്റ ടി ഫോർ പ്ലസ് ഡെൽറ്റ ടി ഫൈവ് ആണോ? ഡിവൈഡഡ് ബൈ അതിന് ആവറേജ് എടുക്കുന്നുണ്ട്, നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. ഓക്കെ, ഇനി നിങ്ങളെ റീഡിങ്സ് ഒക്കെ എന്ന് പറഞ്ഞാൽ എത്രയ്ക്കായിരുന്നു? ഇറ്റ് ഈസ് 0.01 പ്ലസ് 0.06 പ്ലസ് 0.02 പ്ലസ് 0.09 പ്ലസ് 0.18 ഡിവൈഡഡ് ബൈ എത്രയായിരുന്നു? 5. ഇത്രയും കൂടെ കൂട്ടിയിട്ട് നിങ്ങൾ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ദാറ്റ് ഈസ് 0.50 എന്ന് കിട്ടും അല്ലേ? ചെയ്ത് നോക്കിക്കോളൂ. ഡിവൈഡഡ് ബൈ 5 ഇസിക്വൽ എത്ര കിട്ടും? 0.11 സെക്കൻഡ്സ്. കാരണം എറർ ആണെങ്കിലും അത് ടൈമിൻ്റെ അല്ലേ, അതുകൊണ്ടാണ് സെക്കൻഡ്സ് തരുന്നത്. അപ്പോൾ അബ്സല്യൂട്ട് എറർ കിട്ടി. ഇത് നിങ്ങളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടില്ല, പക്ഷേ നിങ്ങൾക്ക് റിലേറ്റീവ് എറർ വേണം. എന്ത് വേണം? അബ്സല്യൂട്ട് എറർ വേണം, മീൻ അബ്സല്യൂട്ട് എറർ വേണം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇനി റിലേറ്റീവ് എറർ കണ്ടുപിടിക്കാമല്ലോ. ഓക്കെ, വാട്ട് ഈസ് ദി ഇക്വേഷൻ ഫോർ റിലേറ്റീവ് എറർ? അതായത് ടോട്ടൽ എറർ അഥവാ മീൻ അബ്സല്യൂട്ട് എറർ. മീൻ അബ്സല്യൂട്ട് എറർ എന്ന് വെച്ചാൽ എല്ലാ മെഷർമെൻറ്റിലൂടെ ഉണ്ടായ ടോട്ടൽ എറർ ഡെൽറ്റ ടി എം നമ്മൾ തൊട്ട് മുമ്പ് കണ്ടുപിടിച്ചു. ഡിവൈഡ് ബൈ അതിൻ്റെ ട്രൂ വാല്യൂ, ഏറ്റവും ആദ്യം കണ്ടുപിടിച്ച ആവറേജ് വാല്യൂ, ഈക്വൽ ടു പറഞ്ഞോ എത്രയായിരുന്നു? 0.11 ഡിവൈഡഡ് ബൈ എത്രയായിരുന്നു? 0.11 ഡിവൈഡ് ബൈ 2.62 അല്ലായിരുന്നു നിങ്ങളുടെ ട്രൂ വാല്യൂ ആണോ? ഈക്വൽ ടു 0.04. ഞാൻ ഒരെണ്ണം കൂടെ ഇടാം, കാരണം പേഴ്സൻറ്റേജ് എടുക്കുമ്പോൾ എനിക്കൊരു കൃത്യമായിട്ടുള്ള പേഴ്സൻറ്റേജ് പറയാൻ വേണ്ടിയിട്ടാണ്. കാരണം പേഴ്സൻറ്റേജ് എടുക്കുമ്പോൾ എനിക്ക് എന്തായാലും 100 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഈ 2 റെസൊല്യൂഷൻ കഴിഞ്ഞാൽ ഡെസിമൽ വരത്തുള്ളൂ. അപ്പോൾ 4.1 എന്ന് പറയാം. സോ ഹിയർ പേഴ്സൻറ്റേജ് എറർ ഈസ് ഈക്വൽ ടു എത്രയാണ്? പേഴ്സൻറ്റേജ് എറർ എന്ന് വെച്ചാൽ റിലേറ്റീവ് എററിനെ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ. റിലേറ്റീവ് എററിനെ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ. റിലേറ്റീവ് എറർ എത്ര കിട്ടിയായിരുന്നു? 0.041 ഇൻറ്റു 100 എന്ന് എഴുതിക്കോട്ടെ. ഈക്വൽ ടു എന്ത് കിട്ടും? 4.1%. 4.1% ഈസ് ദ പേഴ്സൻറ്റേജ് എറർ ഇൻ ദ റീഡിങ്സ്. ക്ലിയർ ആണോ? ഡൗട്ടൊന്നുമില്ലല്ലോ? ഓക്കെ, ഇനി നിങ്ങളോട് ചോദിക്കുകയാണ് എക്സ്പ്രസ് ദ വാല്യൂ ഓഫ് ടൈം പീരീഡ് എന്ന് പറഞ്ഞാൽ, എക്സ്പ്രസ് ദ വാല്യൂ ഓഫ് ടൈം പീരീഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. ടൈം പീരീഡ് കറക്റ്റ് ടൈം പീരീഡ് എന്ന് വെച്ചാൽ എത്രയായിരിക്കും? അതിൻ്റെ മീൻ വാല്യൂ പ്ലസ് ഓർ മൈനസ്. എന്താ പ്ലസ് ഓർ മൈനസ്? അതിനകത്തുണ്ടാകുന്ന എററാണ്. എപ്പോഴും ട്രൂ വാല്യൂവും എററും കൂടെ ചേർത്താണ് നമ്മൾ അതിൻ്റെ റീഡിങ്സ്, ക്വാണ്ടിറ്റിയുടെ റീഡിങ്സ് എഴുതാറുള്ളത്. എപ്പോഴും എഴുതുന്നത് എങ്ങനെയാണ്? ട്രൂ വാല്യൂ പ്ലസ് ഓർ മൈനസ്, അത് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ആയിക്കോട്ടെ, പ്ലസ് എറർ. ഇവിടുത്തെ എറർ എത്രയായിരുന്നു? ടോട്ടൽ എറർ എത്രയായിരുന്നു? അത് ഡെൽറ്റ ടി എം അല്ലേ? ടോട്ടൽ എറർ എന്ന് പറഞ്ഞാൽ മീൻ അബ്സല്യൂട്ട് എറർ അല്ലേ? ട്രൂ വാല്യൂ പ്ലസ് ഓർ മൈനസ് മീൻ അബ്സല്യൂട്ട് എറർ. എപ്പോഴും ഇങ്ങനെ വേണം ഒരു ക്വാണ്ടിറ്റി റെപ്രസെൻറ്റ് ചെയ്യാൻ. ടി ഈക്വൽ ടു എന്ന് എഴുതാം ടി എം, ദാറ്റ് ഈസ് 2.62 ആണോ? പ്ലസ് ഓർ മൈനസ് 0.11. മനസ്സിലായോ? ഇത്രയുമായിരിക്കും സെക്കൻഡ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? അല്ല, നിങ്ങളോട് പറയാണ് പേഴ്സൻറ്റേജ് എറർ എക്സ്പ്രസ് ചെയ്യാൻ. അങ്ങനെയാണെങ്കിൽ എങ്ങനെ എഴുതും? ടി ഈക്വൽ ടു ട്രൂ വാല്യൂ. ട്രൂ വാല്യൂ എത്രയാണ്? 2.62 ആണോ? പ്ലസ് ഓർ മൈനസ്, ഇത് അഡീഷണൽ ക്വസ്റ്റ്യൻ ആണ്. പ്ലസ് ഓർ മൈനസ് എത്ര എഴുതാം? പേഴ്സൻറ്റേജ് എറർ എത്ര എഴുതിയത്? 4.1% അല്ലേ? 4.1%. സിമ്പിൾ ഉടനെ പേഴ്സൻറ്റേജിൻ്റെ ഇതായിരിക്കും എൻ്റെ റീഡിങ്. ഇത് പേഴ്സൻറ്റേജ് എറർ എക്സ്പ്രസ് ചെയ്യുന്ന ക്വാണ്ടിറ്റി. ഇത് നോർമൽ റീഡിങ്ങിൽ, അതായത് ട്രൂ വാല്യൂ ടോട്ടൽ എററായ മീൻ അബ്സല്യൂട്ട് എറർ. ഏകദേശം റെഡി കിട്ടിയോ? ദാറ്റ്സ് ഇറ്റ്. അങ്ങനെയാണെങ്കിൽ ഈ പ്രോബ്ലം കൂടെ ഒന്ന് ചെയ്ത് നോക്കുക. ആൻസർ നിങ്ങൾ ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്താൽ മതി. ചെക്ക് ചെയ്തിട്ട് കറക്റ്റ് ചെയ്ത് തരാം. ഓക്കെ, ഹോപ്പ് യു എൻജോയ് ദ ക്ലാസ്. താങ്ക് യു. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഇതിൻ്റെ കണ്ടിന്യൂഷൻ നോക്കാം. അതായത് എറേഴ്സിനെ ആഡ് ചെയ്യുന്നത് എങ്ങനെയാണ്, സബ്സ്ട്രാക്ട് ചെയ്യുന്നത് എങ്ങനെയാണ്. ഓക്കെ അല്ലേ? അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പ്രൊപ്പഗേഷൻ ഓഫ് എറേഴ്സ്. എന്താ വിളിക്കുക? പ്രൊപ്പഗേഷൻ. അതായത് എറർ ആഡ് ചെയ്യുന്നതിൽ എന്ത് ചെയ്യണം? 2 എററുകൾ ആഡ് ചെയ്യുന്നതിൽ എങ്ങനെ ചെയ്യണം? 2 എററുകൾ മൾട്ടിപ്ലൈ ചെയ്യുന്നതിൽ എങ്ങനെ ചെയ്യണം? 2 എററുകൾ ഡിവൈഡ് ചെയ്യുന്നതിൽ എങ്ങനെ ചെയ്യണം? പവർ വന്നാൽ എന്ത് ചെയ്യണം? ഇങ്ങനത്തെ കാര്യങ്ങളാണ് പ്രൊപ്പഗേഷൻ എററിൽ വരുന്നത്. സോ നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം. ഹോപ്പ് യു എൻജോയ് ദ ക്ലാസ്. താങ്ക് യു.